നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിലെത്തിയാണ് മോഹൻദാസിനെ തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ടി.വി. പ്രസാദിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഈ കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് തുടർ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് വലിയ വിമർശനമൊക്കെ ഉയർന്നതിന് പിന്നാലെയാണ്. ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ശ്രുതി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് നടപടികൾ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണ്. കുറച്ചു കഴിയുമ്പോൾ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ രാവിലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷം കോടതിയിലേക്കാണ് കൊണ്ടുപോവുക. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് കസ്റ്റഡി നടപടികൾ തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് വരെ സമയമുണ്ട്. അതുകൊണ്ട് വൈകിട്ട് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ കോടതിയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാവുന്നതുപോലെ വലിയ അധിക്ഷേപമാണ് ടി.ജി. മോഹൻദാസ് CJP സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഉന്നയിച്ചത്. ജൂലൈ 29 തീയതി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വർഗീയ വിഷം തുപ്പുന്ന വാക്കുകളാണ് പലപ്പോഴും ടി.ജി. മോഹൻദാസ് ഉപയോഗിക്കാറുള്ളത്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ. പക്ഷേ ആ സമയത്തൊന്നും വലിയ തോതിൽ ഈ രീതിയിലുള്ള കേസുകളോ പരാതികളോ ഒന്നും കാര്യമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ CJP സമരത്തിന് പിന്നാലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടെ കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകളും വാചകങ്ങളുമാണ് അന്ന് ടി.ജി. മോഹൻദാസ് ഉപയോഗിച്ചത്. അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധി പേരാണ് പോലീസിനെ സമീപിച്ചത് പരാതിയുമായി. അതിന്റെ ഭാഗമായാണ് ജൂലൈ 29 തീയതി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പക്ഷേ 11 ദിവസം പോലീസ് അനങ്ങാതിരുന്നു. ഏറ്റവും ഒടുവിൽ അർജുൻ നായങ്കിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി ടി.ജി. മോഹൻദാസിന്റെ കാര്യം അതിശക്തമായി വന്നു. മാധ്യമങ്ങൾ വാർത്തയായി നൽകി. അതിന് പിന്നാലെയാണ് ഇന്നലെ സൈബർ ക്രൈം പോലീസ് ടി.ജി. മോഹൻദാസിന്റെ എറണാകുളത്തുള്ള വീട്ടിലെത്തുകയും ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്ത് ഇന്ന് പുലർച്ചെ 1:30 ഇവിടെ എത്തിച്ചത്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റിന്റെ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വിഷലിപ്തമായ വാക്കുകൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, CJPക്കാണെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ തുടർച്ചയായി ഉന്നയിച്ച ഒരു ആളാണ്, ഒരു സംഘപരിവാർ സഹയാത്രികനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലാണ് ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ടി.ജി. മോഹൻദാസ് പ്രസ്താവന നടത്തിയത്. അതിലാണ് ഇപ്പോൾ നടപടി എത്തിയിരിക്കുന്നത്. അത് കുറച്ച് വൈകിയാണെങ്കിലും നടപടി എത്തിയിരിക്കുന്നത്. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.